കാറ്റടിച്ച മേൽക്കൂര പറന്നുപോകുന്ന നിലയിലാണ് തിരുവനന്തപുരം കൂട്ടുക്കൽ മൂലക്കര സർക്കാർ എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നത്. 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന്റെ മേൽക്കൂര കയറുകൾ കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. മുൻവശത്തെ മതിൽ പൊളിഞ്ഞു വീഴാറായ നിലയിലും. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ്, പറയൂ വിവരങ്ങൾ. സാധാരണ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് അവരുടെ പ്രധാന അജണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന മൂലക്കര LPS ഗവൺമെന്റ് LPS കഴിവൂർ മൂലക്കര എന്ന് പറയപ്പെടുന്ന സ്കൂൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ നമുക്കൊരു കുഴപ്പവും തോന്നില്ല. പക്ഷേ പരോക്ഷമായി കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ആ സ്കൂളിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ ബസ്സൊക്കെ കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി, അതായത് ഈ സ്കൂളിന്റെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് അപകടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ നീളത്തിൽ ഒരാൾ 1.5 അടി പൊക്കത്തിൽ നീളത്തിലുള്ള സംസ്ഥാന സർക്കാർ സ്കൂളിന്റെ ആ മതിൽ പൊളിഞ്ഞതാ ഇങ്ങനെ അടർന്നു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയെ നമുക്ക് പറയാൻ ഉള്ളത്. കാരണം ഈ കുട്ടികൾ ഇവിടെ കാത്തു നിൽക്കുന്നു. അത് ഒന്നാമത്തെ ഇതിന്റെ അപകടാവസ്ഥ. അത് അത്ര വലിയ ഭീകരമായ ഒരു അപകടാവസ്ഥയാണെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി കുറച്ചുകൂടി ഈ സ്കൂള് ഈ കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എത്രമാത്രം പ്രശ്നത്തിലാണ് എന്ന് അറിയണമെങ്കിൽ ഈ സ്കൂളിൻ്റെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ആ ഷീറ്റിന്റെ പുറത്തേക്ക് ഒന്ന് നോക്കണം. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് തിരുവനന്തപുരം ബൈപ്പാസിൽ കോട്ടുകാൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ സർക്കാർ സ്കൂളിന്റെ മേൽക്കൂര കെട്ടിവെച്ചിരിക്കുകയാണ് കയറുകൊണ്ട്. അത് കുറച്ചുകൂടി ആഴത്തിലുള്ള ദൃശ്യങ്ങൾ അതിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാറ്റടിച്ചാൽ പറന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് കയറുകൊണ്ട് ഈ ഷീറ്റുകൾ കെട്ടിവെച്ചേക്കുന്നത്. സാധാരണഗതിയിൽ ക്ലാമ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം പ്ലാസ്റ്റിക് കയറുകളുണ്ട്, ചാക്കുണ്ട്. ഇതൊക്കെ കൊണ്ടൊരു സ്കൂളിന്റെ മേൽക്കൂര കാറ്റടിച്ചാൽ പറന്നു പോകാതിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്ത് ധൈര്യത്തിൽ ഈ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കും? ഈ സ്കൂളിന് ആര് ഫിറ്റ്നസ് കൊടുത്തു എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ആര് മറുപടി പറയുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഴ്സറി ക്ലാസ് 1 മുതൽ 4 വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചു കുട്ടികളാണ്. അപ്പോൾ ഇത്രത്തോളം അപകടാവസ്ഥയിൽ ഈ മേൽക്കൂരയ്ക്ക് താഴെ ഇരുന്ന് എങ്ങനെ പഠിക്കുമെന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ക്ലാസ് റൂമുകളുടെ അകത്ത അവസ്ഥയും വലിയ ബുദ്ധിമുട്ടിലാണ് എന്നിവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിന്റെ മുൻ PTA പ്രസിഡന്റ് കൂടിയായ ബിനു നമ്മളോടൊപ്പം ചേരുകയാണ്. കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് പരിശോധിച്ചാൽ മൊത്തം അപകടം. എന്താ ഈ അവസ്ഥ ഇങ്ങനെ? സാർ, ഇവിടെ മൊത്തത്തിൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾ പലതവണ ഒരു സ്കൂൾ കെട്ടിടം ആവശ്യപ്പെട്ടുകൊണ്ട് പലരെയും സമീപിക്കുകയും പല ആവശ്യങ്ങളുമായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവിടെയെങ്ങും നമുക്കൊരു നീതി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ 2 വർഷത്തിന് മുന്നേ ഞങ്ങളിത് ഒരു വാർത്തയാക്കുകയും അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി 1 കോടി രൂപ അനുവദിച്ചതായിട്ടൊരു പത്രത്തിൽ വാർത്ത വരികയും, അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ അതിൻ്റെ പുറകെ ഒന്ന് നോക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അത് അവിടെ അസ്തമിച്ചു എന്നുള്ളതാണ് സത്യം. അതിന് ആ വാർത്തയോ അല്ലെങ്കിൽ ശരി ഷഫീദ്, ഏതായാലും തിരുവനന്തപുരം മൂലക്കരയിലെ ഗവൺമെന്റ് LP സ്കൂളിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഷഫീദ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.